വോയിസ് ഓഫ് മുജിബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനത്തിൽ ആദ്യ മത്സരത്തിലെ പരാജയത്തിന് പകരം വീട്ടിക്കൊണ്ട് 1-1 എന്ന നിലയിൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യക്കൊപ്പം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 19-ാം തീയതി നടക്കുന്ന മത്സരം എന്തുകൊണ്ടും ആവേശകരമായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നുകൂടി വിജയിച്ച് പരമ്പര ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യ. എന്നാൽ ആ ശ്രമങ്ങളെയെല്ലാം തല്ലിക്കെടുത്തിയത് ഇംഗ്ലണ്ടിന്റെ ഒരേ ഒരു ബാറ്ററാണ് ജോയ് റൂട്ട്. 99 റൺസുമായി പുറത്താകാതെ ഇംഗ്ലണ്ടിനെ 4 വിക്കറ്റിന്റെ വിജയത്തിലേക്ക് നയിച്ചത് അയാളുടെ മനക്കരുത്ത് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. എക്സ്പീരിയൻസ് ഉള്ള കളിക്കാർ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു മത്സരം ജയിക്കണമെന്നില്ല, ജയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൂടി ഉണ്ടെങ്കിലേ വിജയം സാധ്യമാകൂ എന്ന് തെളിയിപ്പിച്ച മത്സരമായിരുന്നു ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം. റൂട്ടിന് അർഹമായ സെഞ്ചുറിയാണ് നഷ്ടമായത്. 44-ാം ഓവറിന്റെ 3-ാം ബോളിൽ ഒരു സിംഗിളിലൂടെ സ്ട്രൈക്ക് ഗസ് അറ്റിൻസണിലേക്ക് കൈമാറുമ്പോൾ റൂട്ടിന്റെ സ്കോർ 99 ആണ്. ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 10 റൺസോളം വേണമായിരുന്നു ആ സമയത്ത്. എന്നാൽ സ്ട്രൈക്കിലെത്തിയ ഗസ് തൊട്ടടുത്ത പന്ത് ബൗണ്ടറി അടിക്കുന്നു, ഒരു എക്സ്ട്രാ വൈഡ് ലഭിക്കുന്നു. അവസാന ബോളിൽ ഒരു സിംഗിൾ എടുത്തുകൊണ്ട് 45-ാം ഓവറിൽ വീണ്ടും സ്ട്രൈക്ക് ഗസിലേക്ക് തന്നെ എത്തുന്നു. ആദ്യ ബോളിൽ വീണ്ടും ബൗണ്ടറി അടിക്കുന്നു. ഇംഗ്ലണ്ട് വിജയത്തിലേക്ക്. നോൺ സ്ട്രൈക്കിൽ 99 റൺസുമായി പുറത്താകാതെ സെഞ്ചുറി പൂർത്തിയാക്കാൻ കഴിയാതെ റൂട്ട് നോക്കി നിൽക്കുന്നു. പക്ഷേ ആ സമയത്തും റൂട്ട് അയാളോട് പറഞ്ഞത്, നമുക്ക് മത്സരം വിജയിക്കൽ തന്നെയാണ് അനിവാര്യം. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട് നമ്മൾ പിറകിലാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൻ്റെ വിജയത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു തൻ്റെ സഹകളിക്കാരന് റൂട്ട് നൽകിയ ഉപദേശം. എങ്കിൽ പോലും ഓവറുകൾ ബാക്കി നിൽക്കുന്നു, വിജയിക്കാൻ ആവശ്യമായ സമയം ഇനിയുമുണ്ട്. റൂട്ടിന് സെഞ്ചുറി നേടാൻ അനുവദിക്കാമായിരുന്നു സഹകളിക്കാരന്. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളത് ക്രിക്കറ്റ് ആരാധകർക്ക് അത് സങ്കടപ്പെടുത്തുന്ന കാഴ്ച തന്നെയായി. ഇന്നും ടോസ് ലഭിച്ചത് ഇംഗ്ലണ്ടിനായിരുന്നു. ടോസ് ലഭിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തപ്പോൾ പരാജയം സംഭവിച്ചതുകൊണ്ട് തന്നെ ഇന്ന് ടോസ് ലഭിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് 44-ാം റൺസിലാണ്. 31 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഗില്ലാണ് ആദ്യം പുറത്തായത്. പിന്നീട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു പാർട്ട്ണർഷിപ്പിൽ ശ്രമിച്ചെങ്കിലും രോഹിത് ശർമ്മ റൺസ് കണ്ടെത്താൻ വളരെ പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടത്. 46 പന്തുകളിൽ 26 റൺസ് മാത്രമാണ് രോഹിത് ശർമ്മക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്. 60 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ഇരുവരും പടുത്തുയർത്തിയത്. പിന്നീട് വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും കൂടി 66 റൺസിന്റെ പാർട്ട്ണർഷിപ്പും പടുത്തുയർത്തിയത് ഒഴിച്ചാൽ മറ്റു പാർട്ട്ണർഷിപ്പുകളൊന്നും നേടാൻ ഇന്ത്യക്കായില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിലെ പരാജയ കാരണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചതാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിലെ ചില പോരായ്മകൾ. അത് യാഥാർത്ഥ്യമാകുന്നതാണ് രണ്ടാം മത്സരത്തിലും കണ്ടത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും കൂടി ഒരു അപ്രതീക്ഷിത പ്രകടനം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഒരു ആധികാരിക വിജയം നേടാൻ സാധിച്ചത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഹീറോയിസം കാണിച്ച അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ഇന്ന് 2-1 റൺസുകളാണ് ഓരോ ബാറ്റർമാരും നേടിയത്. ഇന്ത്യ ആദ്യ 25 ഓവർ വരെ ഭേദപ്പെട്ട നിലയിലായിരുന്നെങ്കിലും പിന്നീട് പെടുന്നതിനെ വിക്കറ്റുകളെല്ലാം തകിടം മറിയുന്ന കാഴ്ചകളാണ് കണ്ടത്. അതുതന്നെയാണ് ക്യാപ്റ്റൻ മത്സരശേഷം തുറന്നു പറഞ്ഞത്. നിരാശാജനകമാണ് ഈ തോൽവി. 50 ഓവറിന്റെ പകുതി ഓവറുകൾ പിന്നിടുമ്പോൾ ഞങ്ങൾ നല്ല നിലയിലായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വിക്കറ്റുകൾ കളഞ്ഞു കുളിച്ചത്. അതിന് ഒരു ന്യായവും പറയാൻ ഞങ്ങൾക്കില്ല എന്ന് ക്യാപ്റ്റൻ മത്സരശേഷം തുറന്നു സമ്മതിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 5 പന്തുകളിൽ 2 റൺസ് മാത്രമാണെന്ന് വാഷിംഗ്ടൺ സുന്ദർ നേടിയത്. അതിനിടയ്ക്ക് അയാൾക്ക് ചെറിയൊരു പരിക്കും പറ്റി. അതുകൊണ്ട് തന്നെ ബൗൾ ചെയ്യാൻ സാധ്യമായതുമില്ല. ഓൾറൗണ്ടർ ശിവം ദുബെ ഉപയോഗിച്ചാണ് ക്യാപ്റ്റൻ ആ വിടവ് നികത്തിയത്. ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ 26-ഉം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 31-ഉം വിരാട് കോഹ്ലി 65-ഉം ശ്രേയസ് അയ്യർ 66-ഉം ബുംറ ഒരു 6-ഉം 3 4-ഉം അടക്കം 13 പന്തിൽ 20 റൺസുമാണ് എടുത്തത്. 44 ഓവറിൽ ഇന്ത്യൻ ബാറ്റർമാരെല്ലാം കൂടാരം കയറുന്ന അതിദയനീയ കാഴ്ചയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ. ജോഫ്രെ ആർച്ചർ 47 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തി. സാക്കിബ് മഹ്മൂദ് 52 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും പിഴുതെടുത്തു. ഗസ് അറ്റിൻസൺ 9 ഓവറിൽ 50 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളും നേടുകയുണ്ടായി. 6 ഓവറുകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇംഗ്ലീഷ് ബൗളർമാർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിട്ടത്. അതിന് കനത്ത വില നൽകേണ്ടി വന്നു. 234 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിനും തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. ബുംറയുടെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും കൃത്യതയാർന്ന ബൗളിങ്ങിന് മുന്നിൽ പകച്ചുപോയ ഇംഗ്ലണ്ട് 2 വിക്കറ്റുകൾ പെടുന്നതിനെ നഷ്ടപ്പെടുത്തി. 1 ഡൗൺ ബാറ്ററായെത്തിയ റൂട്ടാണ് പിന്നെ കളി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരറ്റത്ത് വിക്കറ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരൊറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് റൂട്ട് നടത്തിയത്. റൂട്ട് തന്നെയാണ് ഇംഗ്ലണ്ടിനെ വിജയ റൂട്ടിലേക്ക് നയിച്ചത്. കളിയിലെ ക്യാമനായി തിരഞ്ഞെടുക്കപ്പെട്ടതും റൂട്ട് തന്നെയായിരുന്നു. അർഹതപ്പെട്ട സെഞ്ചുറി നേടാൻ കഴിയാതെ മത്സരം പൂർത്തിയാക്കിയെങ്കിലും ഇന്നത്തെ ഹീറോ എന്തുകൊണ്ടും റൂട്ട് തന്നെ എന്നതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല.
ഇന്ത്യയുടെയും വിജയത്തിന്റെയും ഇടയിൽ വില്ലനായി നിന്നത് അയാളുടെ മാസ്മരിക പ്രകടനം തന്നെയായിരുന്നു. അയാളുടെ മനക്കരുത്തൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഇന്ന് വിജയം അന്യമായി നിന്നത്. റൂട്ടിന് പുറമെ സാം കരൻ 26-ഉം വിൽ ജാക്സ് 30 റൺസും എടുത്ത് ഭേദപ്പെട്ട പ്രകടനം ഇംഗ്ലണ്ടിന് വേണ്ടി കാഴ്ചവെച്ചപ്പോൾ 45-ാം ഓവറിന്റെ ആദ്യ ബോളിൽ 4 വിക്കറ്റിന്റെ അത്യുജ്വല വിജയവുമായി ഇംഗ്ലണ്ട് സമനില പിടിച്ചു. ഇനി 19-ന് കാണാം ആവേശത്തിന്റെ ത്രില്ലടിപ്പിക്കുന്ന മത്സരം. ആ മത്സരത്തിലെ വിജയികൾ തന്നെയാണ് ഈ പരമ്പര നേടാൻ പോകുന്നത്. ഇംഗ്ലണ്ടിനോടേറ്റ T20 പരാജയത്തിന് കണക്ക് തീർക്കണമെങ്കിൽ ആ മത്സരത്തിലെങ്കിലും ഇന്ത്യക്ക് വിജയിച്ച് ഏകദിന പരമ്പര നേടേണ്ടതുണ്ട്. പക്ഷെ അതിന് സാധ്യമാകുമോ? നമ്മൾ കാത്തിരുന്നു കാണുക. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.